എല്ലാവർക്കും KRR ട്രാവൽ വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സൗദിയിലെ മെക്സിക്കോ കാണാനാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൗദിയിലെ മെക്സിക്കോ പവലിയൻ ആണ്. ഈ മെക്സിക്കോ പവലിയൻ ഉള്ളത് റിയാദിലെ ബൊലിവാർഡ് വേൾഡിലാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെക്സിക്കൻ ഫുഡ്, അതുപോലെ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ പിരമിഡ്, അവിടുത്തെ ബിൽഡിങ്ങുകൾ, അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. നമ്മളിവിടെ വന്നിട്ട് മെക്സിക്കൻ ഫുഡുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പം കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മെക്സിക്കൻ ഫുഡുകളൊക്കെ ഒന്ന് കഴിക്കണമെന്ന്. എന്തായാലും അങ്ങനെ ഒരു ചാൻസ് കിട്ടി. അപ്പം നമ്മൾ ഇന്ന് കഴിച്ച ഡിഷിൻ്റെ പേര് പറയാം. നമ്മൾ ഇന്ന് കഴിച്ച ഡിഷിൻ്റെ പേര് കെസേഡിയ എന്നാണ്. ഇത് മെക്സിക്കോയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. കെസേഡിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ടോർട്ടില്ലയ്ക്കകത്ത് ചീസും ക്യാപ്സിക്കോ ഒക്കെ അകത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ചിക്കനും ഒക്കെ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ ചീസൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. എന്തായാലും അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മെക്സിക്കോ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ മെക്സിക്കോയിലൂടെ നടന്നു പോയ ഒരു ഫീലിംഗ് ആണ് ശരിക്കും നമുക്ക് അതുവഴി നടന്നു പോകുമ്പോൾ കിട്ടുന്നത്. നമ്മളവിടെ ചെന്നത് ഒരു വൈകുന്നേര ടൈമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിലെ വിഷ്വൽസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങുകളൊക്കെ ശരിക്കും മെക്സിക്കോയിലുള്ള പോലെ തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ട ഒരു വെറൈറ്റി കാഴ്ചയായിരുന്നു. മെക്സിക്കൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രണ്ടാൾക്കാർ വന്നിട്ട് നല്ല രീതിയിൽ അവിടെ വന്നിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും നമ്മൾ മെക്സിക്കോയിൽ നിൽക്കുന്ന പോലെ തോന്നും. അവരുടെ ആ നടത്തമൊക്കെ കണ്ടതെന്ന് ശരിക്കും അതുപോലെ തോന്നി. ഈ പിരമിഡിന്റെ പേര് മായൻ പിരമിഡ് എന്നാണ്. ഈ ഒരു മെക്സിക്കൻ പിരമിഡ് തന്നെ നല്ല രീതിയിലാണ് അവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ റൈഡിന്റെ പേര് ഡ്രോപ്പ് ടവർ റൈഡ് എന്നാണ്. ഇത് ഭയങ്കര ഒരു കൂറ്റൻ റൈഡാണ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു റൈഡ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. നല്ല ഹൈറ്റാണ് ഈ ഒരു സംഭവത്തിന്. ഇത് ഏകദേശം ഒരു 220 മീറ്ററോളം മുകളിലോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ റൈഡ് എന്ന് പറയുന്നത് പെയ്യെ ഇങ്ങനെ കറങ്ങി കറങ്ങി മുകളിലെത്തി കഴിഞ്ഞിട്ട് നേരെ താഴോട്ടൊരു സ്പീഡിലൊരു വരവുണ്ട്. അതാണ് ഈ ഒരു ഡ്രോപ്പ് ടവർ റൈഡ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു അടിപൊളി റൈഡായിരുന്നു. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് അതിമനോഹരമായിട്ടുള്ളൊരു വാട്ടർ ഫൗണ്ടൈൻ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ആ ഒരു പിരമിഡിൻ്റെ മുന്നിൽ രണ്ടാൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ മെക്സിക്കൻ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നു. ആ പിരമിഡ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിനകത്ത് ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയുണ്ട്. അതുകൂടാതെ ഇവർ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തൊക്കെ തന്നു. നല്ലൊരു കമ്പനിയായിരുന്നു. നല്ല രീതിയിൽ എല്ലാവരും ഒത്തിരി മെക്സിക്കൻ ആൾക്കാരുടെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി.
ശരിക്കും നമ്മൾ മെക്സിക്കൻ രാജ്യത്തിലൂടെ നടന്നു പോയ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് അവിടെ കിട്ടിയ കാര്യം. മെക്സിക്കൻ ആൾക്കാർ, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ആ ഒരു പിരമിഡുകൾ, അവിടുത്തെ ലൈറ്റ് എല്ലാം മൊത്തത്തിൽ ആ ഒരു നല്ല രീതിയിൽ ആ ഒരു മെക്സിക്കൻ പവിലിയൻ നമ്മുടെ സൗദിയിൽ നല്ല രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റിയാദിലൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബൊലിവാർഡ് വേൾഡിലെ മെക്സിക്കോയിൽ വരണം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ മറ്റൊരു കാഴ്ചയാണ് മെക്സിക്കൻ ഹാറ്റ്. അതൊരു വെറൈറ്റി സംഭവമാണല്ലോ. മെക്സിക്കൻ ഹാറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും അത് സാധിച്ചു. ഇവിടെ ധാരാളം മെക്സിക്കൻ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇവിടെ രണ്ടുപേരും നിൽപ്പുണ്ടായിരുന്നു. അവരവരുടെ ഭാഷയിൽ നമ്മളെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മെക്സിക്കോയുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാം കൊണ്ടും ഈ മെക്സിക്കോ പവിലിയൻ വളരെ അടിപൊളിയായിട്ടുണ്ട്. റിയാദിലുള്ള ബൊലിവാർഡ് വേൾഡിലാണ് ഈ മെക്സിക്കോ പവിലിയൻ ഉള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഡ്രസ്സും അവിടുത്തെ ഫുഡ്, അവിടുത്തെ ആൾക്കാർ എല്ലാം നമുക്ക് കണ്ടപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു മെക്സിക്കൻ രാജ്യത്തിലൂടെ നടന്നു പോയ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾക്കും ഈ കാഴ്ചകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുകൂടാതെ ഇവിടെ ഇനിയും 9 രാജ്യങ്ങളും കൂടെ ഉണ്ട്. അതിൻ്റെ 9 രാജ്യങ്ങളുടെ പവിലിയനും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ അടുത്ത് വരുന്ന വീഡിയോകളിൽ നമ്മൾ ഓരോരോന്നായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഞങ്ങൾക്ക് സൗദിയിലെ മെക്സിക്കോ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.